വിഷ്ണു കൊച്ചിക്കാരനാണ്. അപ്പോൾ വേറൊരു കാര്യം കൂടി പറയാനാണ് വന്നത്. വേറെ ഒന്നുമല്ല, നമ്മുടെ സന്തോഷ് വർക്കിനെ എത്രയും പെട്ടെന്ന് ഈ സർക്കാർ ഇടപെട്ട് അയാളെ മെൻ്റൽ ഹോസ്പിറ്റലിലേക്ക് ആക്കണം. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ റീച്ചിന് വേണ്ടി എന്ത് തെണ്ടിത്തരോ അയാൾ പറയും. കൂടെ നിൽക്കണവരെ അയാൾ തെറ്റിദ്ധരിപ്പിക്കും. കാര്യം കഴിഞ്ഞ പ്രാവശ്യം ക്യാൻസർ ആണെന്നും പറഞ്ഞ് അയാളൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചായിരുന്നു അതിൻ്റെ റിപ്പോർട്ട് എവിടെയെന്ന്. അപ്പോൾ അയാൾ എനിക്ക് വൈകുന്നേരം കാണിച്ചു തരാമെന്നാണ് അയാൾ എന്നോട് പറഞ്ഞത്. ഇപ്പോൾ അത് നുണയാണെന്നും പറഞ്ഞിട്ട് നിൽക്കണേ, നുണയാണ്. കാരണം അയാൾ ഏത് ഹോസ്പിറ്റലാണ്, എവിടെയാണ് പോയത്, ഒന്നും അയാൾ തുറന്ന് പറയാനുള്ള. ഇപ്പോൾ അയാൾ ഞങ്ങളെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങളെപ്പറ്റി ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾ തട്ടിപ്പാണെന്നൊക്കെ. പക്ഷേ ഇയാളാണ് അതിപ്പോൾ ഫസ്റ്റ് തന്നെ പോസ്റ്റ് ഇട്ടത് ക്യാൻസർ ആണെന്ന് പറഞ്ഞത്. റീച്ചിന് വേണ്ടി എന്ത് വേണമെങ്കിൽ കാണിക്കും ഇയാൾ. അതുകൊണ്ട് ഈ സിനിമ, ഇയാളുടെ മെയിൻ ഉദ്ദേശം സിനിമാ നടന്മാർ ഇയാളെ വിളിക്കണം, സങ്കടം തോന്നി ഇയാളെ വിളിക്കണം. റീച്ചിന് വേണ്ടിയിട്ടാണ് ഇയാൾ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇയാളെ ദയവ് ചെയ്ത് സർക്കാർ ഇടപെട്ടിട്ട്, ഇയാൾക്ക് മെൻ്റലുണ്ട്, ഇയാൾ മെൻ്റലിസ്റ്റ് ഗുളിക മരുന്ന് എന്തൊക്കെ കഴിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇയാൾ ഇങ്ങനെ കാണിക്കില്ല. അപ്പോൾ എല്ലാവരും അതിൻ്റേതായിട്ടുള്ള രീതിയിൽ നിങ്ങൾ ഇടപെട്ട്, സർക്കാർ തന്നെ ഇടപെട്ട് ഇയാളെ മെൻ്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഇയാളെ ചികിത്സിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാര്യം എനിക്കൊരു അബദ്ധം പറ്റിപ്പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇയാൾ കഴിഞ്ഞ പ്രാവശ്യം സ്ത്രീകളെ വളരെ മോശമായ രീതിയിൽ പറഞ്ഞിട്ട് ഞാൻ ഇയാളെ ജാമ്യത്തിൽ ഇറക്കാൻ പോയി. അതിന് ഞാൻ എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു. കാര്യം ഇനി ഇയാളെ ഒരിക്കലും, ഇയാൾ എന്ത് കേസിൽ പെട്ടാലും ഞാൻ ഇനി ഇറക്കൂല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങളെ പറ്റിക്കുക, ആ ഒരു മെൻറ്റാലിറ്റിയാണ് പുള്ളിക്ക്. ആൾക്കാരെ പറ്റിക്കുക, ഈ റീച്ച് നിലനിർത്തുക, അങ്ങനത്തെ കാര്യങ്ങളാണ്. കൂടെ ഉള്ളവർ രക്ഷപ്പെടുത്താൻ നിന്നവരെ ഇയാൾ കളിയാക്കുകയും ഇയാൾ അടിച്ചമർത്തുകയും ചെയ്യും. അതുകൊണ്ട് എല്ലാവരോടും ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. ഇനി ഇയാൾ എന്ത് തെറ്റ് ചെയ്താലും ഞാൻ ജാമ്യത്തിൽ ഇറക്കാനാ ഒരു കാര്യത്തിന് നിൽക്കില്ല. ദയവേത് സർക്കാർ ഇടപെട്ട് ഇയാളെ മെൻ്റൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാര്യം ഇയാളുടെ സിസ്റ്ററും കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞത് ഇയാൾക്ക് മെൻ്റൽ ഉണ്ടെന്ന്. പക്ഷേ ഞാനത് വിശ്വസിച്ചില്ല. ഇപ്പം എനിക്ക് മനസ്സിലായി. ഓക്കെ.